സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന ടോപ്പിക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസില് സബ്ജക്റ്റിനനുസരിച്ച് വെർബുകൾ എങ്ങനെയൊക്കെ എഴുതാം. ഇപ്പൊ ചില വാക്കുകൾ വരുന്ന സമയങ്ങളില് എന്ത് ചെയ്യുന്നു, വെർബില് അല്ലെങ്കിൽ സബ്ജക്റ്റിലെ വാക്കുകൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതുന്ന കാര്യങ്ങളില് സ്വാധീനം ചെലുത്താറുണ്ട്. അത്തരത്തിലുള്ള വാക്കുകളും അത്തരത്തിലുള്ള റൂളുകളുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 10-40ഓളം റൂളുകളുണ്ട്. നമ്മൾ ഓരോരോ റൂളുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ റൂള് നോക്കിയേ. അത് ആദ്യത്തെ റൂളാണ്, ബേസ് റൂളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കുന്ന അവസരങ്ങളില് വെർബ് എന്തായിരിക്കണം, സിംഗുലാർ ആയിരിക്കും. ഒരു സബ്ജക്റ്റ് സിംഗുലാറും പ്ലൂറലും നമുക്ക് എങ്ങനെ പറയാം? ഒരു സബ്ജക്റ്റ് സിംഗുലാറും പ്ലൂറലും എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം എന്താണെന്ന് പറയാം? സബ്ജക്റ്റുകൾ എസ്സിൽ അവസാനിച്ചാൽ അതെല്ലാം എന്തായിട്ട് മാറും? പ്ലൂറൽ സബ്ജക്റ്റുകളായിട്ട് മാറും. സബ്ജക്റ്റുകള് എസ്സിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് പ്ലൂറൽ സബ്ജക്റ്റുകളായിട്ട് മാറും. നോക്കിയേ, ബോയ് സിംഗുലാർ, ബോയ്സ് പ്ലൂറൽ. ഓക്കെ, ബോയ്സ് പ്ലൂറൽ. പ്രോനൗണുകളുടെ കാര്യത്തിൽ സിംഗുലാർ പ്ലൂറൽ എങ്ങനെ പറയാം? ഐ എന്ന് പറയുന്ന പ്രൊനൗണ് നമുക്ക് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഉപയോഗിക്കാറുണ്ട്, വി ഉപയോഗിക്കാറുണ്ട്, യു ഐ വി യു, അതുപോലെ ഹി, ഷീ, ഇറ്റ്, ദേ. ഏതൊക്കെയാണ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? ഐ വി യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവയിൽ ഐ എന്ന് പറയുന്ന പ്രൊനൗണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഐ വാസ് വരുന്ന അവസരത്തിൽ ഐ സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കാം. ഐ വാസ് വരുന്ന അവസരത്തിൽ ഐയോടൊപ്പം വാസ് ആണ് ചേർത്ത് പറയുന്നത്. വാസ് വരുന്ന അവസരത്തിൽ മാത്രം ഐ സിംഗുലാർ, ബാക്കി എല്ലായ്പ്പോഴും ഐ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി നോക്ക്, ബി എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, യു എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നു, ഹി, ഷീ, ഇറ്റ് സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കുന്നു, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഇനി വെർബിന്റെ കാര്യത്തിൽ സിംഗുലാറും പ്ലൂറലും എങ്ങനെ പറയാം? എസ്സിൽ അവസാനിക്കുന്ന വെർബുകളെല്ലാം സിംഗുലാർ വെർബുകൾ എസ്സിൽ അവസാനിച്ചാൽ അത് സിംഗുലാർ ആയിട്ട് മാറും. അപ്പം നമ്മുടെ സബ്ജക്റ്റുകൾ എസ്സിൽ അവസാനിച്ചാൽ അത് പ്ലൂറൽ ആണ്, എസ്സിൽ അവസാനിക്കാത്ത സബ്ജക്റ്റ് സിംഗുലാർ ആണ്. ഇനി എന്ത് ചെയ്യുന്നു, നമ്മള് വെർബിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നേരെ തിരിച്ചു പറയുക. എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ സിംഗുലാർ, എസ്സിൽ അവസാനിക്കാത്ത വെർബ് പ്ലൂറൽ. അതായത് V1 ഫോമിലെ വെർബുകളെല്ലാം എന്തായിട്ട് ഉപയോഗിക്കുന്നു? V1 ഫോമിലെ വെർബുകളെല്ലാം പ്ലൂറൽ ഫോം ഓഫ് വെർബ് ആണ്. അതുപോലെ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളെല്ലാം സിംഗുലാർ ഫോം ഓഫ് വെർബ് ആണ്. വാക്ക് എന്ന് പറയുന്നത് പ്ലൂറല്, വാക്സ് എന്ന് പറയുന്നത് സിംഗുലാർ. ഇനി അടുത്തത് നമ്മള് V2 ഫോമിലെ വെർബുകളെല്ലാം സിംഗുലാർ ആയിട്ടും അതുപോലെ പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കും. V2 ഫോമിലെ വെർബുകളെല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലും ആണ്. V2 ഫോമിലെ വെർബുകളെല്ലാം എന്തായിട്ട് ഉപയോഗിക്കാം? സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ആദ്യത്തെ റൂൾ ഇതാണ് പറയുന്നത്, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. ഒന്നാമത്തെ റൂളാണ്, ബേസ് റൂളാണ്. നമുക്ക് രണ്ട് റൂളാണുള്ളത്. ആ റൂളിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് നമ്മൾ കുറെ റൂളുകൾ പഠിക്കും. ഇപ്പൊ സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. നോക്കിയേ ചോദ്യം, രാജു ഡാഷ് ആപ്പിൾസ്. രാജു ഡാഷ് ആപ്പിൾസ്. ഇവിടെ നമുക്ക് രാജു എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് ഡാഷിനകത്ത് അല്ലെങ്കിൽ ഓപ്ഷനില് എന്തൊക്കെ വന്നിട്ടുണ്ട്? നമുക്ക് ലവ് എന്ന് പറയുന്ന വെർബ് വന്നിട്ടുണ്ട്, അതുപോലെ ലവ്സ് എന്ന് പറയുന്ന വെർബ് വന്നിട്ടുണ്ട്. ലവും വന്നിട്ടുണ്ട്, ലവ്സും വന്നിട്ടുണ്ട്. അതിൽ ഏത് നമുക്ക് ഉത്തരമായിട്ട് കണ്ടെത്താം? നമുക്ക് നമ്മൾ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് രാജു സിംഗുലാർ ആണ്, അതുകൊണ്ട് ലവ് എന്ന് പറയുന്ന V1 ഫോമിലെ വെർബ് പ്ലൂറൽ ആണ്, ലവ്സ് എന്ന് പറയുന്ന എസ്സിൽ അവസാനിക്കുന്ന വെർബ് സിംഗുലാർ ആണ്. രാജു സിംഗുലാർ ആയതുകൊണ്ട് ലവ്സ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, രാജു ഡാഷ് ഗോയിങ് ടു സ്കൂൾ. രാജു ഡാഷ് ഗോയിങ് ടു സ്കൂൾ. രാജു എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലാർ ആണ്. നമുക്ക് ഓപ്ഷനിലായിട്ട് ഈസും ഉണ്ട്, ആറും ഉണ്ട്. ഈസ് സിംഗുലാർ, ആറ് പ്ലൂറൽ. അതുകൊണ്ട് ഏത് ഉത്തരം വരുന്നു? ഈസ് ഗോയിങ് ടു സ്കൂൾ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ,
he dash written an exam. He dash written an exam. അവിടെ he എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ഓപ്ഷനിൽ has ഉണ്ട് have ഉണ്ട്. നമുക്ക് ഏത് ഉത്തരം എഴുതാം? has സിംഗുലാർ ആണ്, have പ്ലൂറൽ ആണ്. അതുകൊണ്ട് has അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. he dash sing a song. he dash sing a song. നോക്കുക അവിടെ വേറും ഉണ്ട്, അതുപോലെ എന്ത് ബില്ലും ഉണ്ട്. ബില്ല് എഴുതിക്കോണേ, വാസിന് പകരം ബില്ല് എഴുതിക്കണം. വേറും ഉണ്ട് ബില്ലും ഉണ്ട്. ഏത് വരുന്നു? നമുക്ക് അവിടെ ബില്ല് ഉത്തരമായിട്ട് വരുന്നത്. വേറെ പ്ലൂറലാണ്, ബില്ല് സിംഗുലാറുമാണ്, പ്ലൂറലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ബില്ല് ഉത്തരമായിട്ട് വരുന്നത്. ബില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി എല്ലാം, ബില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി എല്ലാം സിംഗുലാർ ആയിട്ട് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കും. ബില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ought to. ഇത്രയും ഓക്സിലറി സിംഗുലാറും ആണ് പ്ലൂറലും. നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ റൂള് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. നോക്കിയേ, രണ്ടാമത്തെ റൂളാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റുകളാണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് രാജു ആൻഡ് രാമു ഡാഷ് ഗോയിങ് ടു സ്കൂൾ. നമുക്ക് ആറും ഉണ്ട് ഈസും ഉണ്ട്. സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാക്ക് രാജു ആൻഡ് രാമു ആണ്. രാജു ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റ്, രാമു മറ്റൊരു സബ്ജക്റ്റ്. രണ്ട് സബ്ജക്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ആറ് പ്ലൂറൽ ആണ്, ഈസ് സിംഗുലാർ ആണ്. നമുക്ക് ഏത് ഉത്തരം വരുന്നു? ആറ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഡാഷ് ആപ്പിൾസ്. ദേ ഡാഷ് ആപ്പിൾസ്. അവിടെ ലവ് ഉണ്ട്, ലവ്സും ഉണ്ട്. ലവ് എന്ന് പറയുന്ന V1 ആണ്, അത് പ്ലൂറൽ ഫോം ഓഫ് വെർബ് ആണ്. ലവ്സ് എന്ന് പറയുന്ന S ൽ അവസാനിക്കുന്നു, സിംഗുലാർ ഫോം ഓഫ് വെർബ് ആണ്. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ലവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഡാഷ് എ ജോബ്. ദേ ഡാഷ് എ ജോബ്. സ്റ്റാർട്ടും ഉണ്ട്, സ്റ്റാർട്ടഡും ഉണ്ട്. ദേ പ്ലൂറൽ ആണ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന വെർബ് പ്ലൂറല്, സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന വെർബ് എന്ത് ചെയ്യുന്നുണ്ട്? അത് സിംഗുലാറും ആണ്, പ്ലൂറലും ആണ്. അപ്പൊ രണ്ടും ഇത് പ്ലൂറൽ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരെണ്ണത്തിന് സ്റ്റാർട്ട്സ് എന്നാക്കി കൊടുക്കാം കേട്ടോ. ഒരു വെർബ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് എഴുതിയാലും ഉത്തരം ശരിയായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു വെർബിനെ സ്റ്റാർട്ട്സ് എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ സ്റ്റാർട്ട്സും ഉണ്ട്, സ്റ്റാർട്ടഡും ഉണ്ട്. ഏത് വരുന്നു? സ്റ്റാർട്ടഡ് അവിടെ ഉത്തരമായിട്ട് വരും. ഇത് സ്റ്റാർട്ട്സ് ആക്കാനുള്ള കാരണം രണ്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഒരെണ്ണത്തിന് ഞാൻ സിംഗുലാർ ആക്കി മാറ്റിയത്. അടുത്ത ചോദ്യം നോക്കിയേ. വി ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. വി ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി അവിടെ നോക്കിയേ, വി എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. ഓപ്ഷനിൽ ആറും ഉണ്ട്, ഈസും ഉണ്ട്. നമുക്ക് ഉത്തരം ഏത് വരുന്നു? ആറ് പ്ലൂറൽ, ഈസ് സിംഗുലാർ. അതുകൊണ്ട് ആറ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഡാഷ് സിംഗ് എ സോങ്. ദേ ഡാഷ് സിംഗ് എ സോങ്. ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇനി വില്ല് ഓക്സിലറി ആണ്, വാസ് ഓക്സിലറി ആണ്. വില്ല് സിംഗുലാർ ആയിട്ട് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നു, വാസ് സിംഗുലാർ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് തരാം? They will sing a song. അപ്പൊ നമ്മൾ രണ്ട് റൂൾ ആണ് പറഞ്ഞത്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ ആണ്. ഇത് ബേസ് റൂൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന റൂളാണ്. അടുത്ത നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു റൂൾ കൂടിയാണ്. നോക്കിയേ, ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്ക്. അതായത് രണ്ട് സബ്ജക്റ്റുകളെ ചില വാക്കുകൾ വെച്ച് ബന്ധിപ്പിച്ചാൽ, രണ്ട് സബ്ജക്റ്റുകളെ ചില വാക്കുകൾ വെച്ച് ബന്ധിപ്പിച്ചാൽ അതിൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം വരും. അപ്പൊ ഏത് ചില വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആ വാക്കുകൾക്ക് മുന്നിൽ വരുന്ന ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം വരും. നോക്കിയേ, വാക്കുകൾ ഏതൊക്കെയാണ്? ചില വാക്കുകൾ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. വിത്ത് വരുന്ന മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. ദാൻ വരുന്ന രണ്ട് വാക്കുകൾ, റാദർ ദാൻ, മോർ ദാൻ. റാദർ ദാൻ, മോർ ദാൻ. കമ്പനി വരുന്ന നാല് വാക്കുകൾ, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇൻ അഡിഷൻ ടു. ഓക്കെ, ഒന്നും കൂടെ വാക്കുകൾ പറഞ്ഞേ. വിത്ത്, എലോങ് വിത്ത്,
together with, rather than, more than, in the company of, followed by, accompanied by, in addition to, besides, അടുത്ത വാക്കാണ് besides, as well as much as well as much as, like, unlike, including, not including, like, unlike, including, not including, excluding, not excluding, ലാസ്റ്റത്തെ വാക്ക് and not. അപ്പൊ വാക്കുകൾ ഒരു തവണ നമ്മൾ പറഞ്ഞ അത്രയും വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെ വാക്കുകൾ? with, along with, together with, rather than, more than, in the company of, accompanied by, followed by, in addition to, besides, as well as much as, like, unlike, including, not including, excluding, not excluding, and not. ഈ വാക്കിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ഈ വാക്കിന് മുന്നിൽ വരുന്ന സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് നമ്മൾ ആ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ വെർബ് ഉത്തരമായി എഴുതണം. അപ്പൊ ഈ വാക്കുകൾ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആദ്യ സബ്ജക്റ്റിന്റെ, ഈ വാക്കിന് മുന്നിൽ വരുന്ന സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. നോക്കിയേ, ചോദ്യത്തിലൂടെ ഒന്ന് പരിചയപ്പെടാം. The teacher as well as the students dash on a tour. കണ്ടല്ലോ, നമ്മൾ പഠിച്ചതിൽ ഏത് വാക്ക് വന്നിരിക്കുന്നു? as well as. കണ്ടോ, as well as വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചു. അതൊക്കെയാണ് the teacher എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റ്, സ്റ്റുഡൻസ് എന്ന് പറയുന്ന സെക്കൻഡ് സബ്ജക്റ്റ്. ഫസ്റ്റ് സബ്ജക്റ്റ് അതുപോലെ സെക്കൻഡ് സബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞ റൂൾ എന്തായിരുന്നു കുട്ടികളെ? ഈ വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആദ്യ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ആദ്യ സബ്ജക്റ്റ് the teacher. the teacher സിംഗുലാർ ആയതുകൊണ്ട് ഓപ്ഷനിൽ സിംഗുലാർ ആയിട്ടുള്ള വെർബ് ഉത്തരമായിട്ട് എഴുതാം. ഈസ് സിംഗുലാർ ആണ്, ആറ് പ്ലൂറൽ ആണ്. ഏത് ഉത്തരം? ഈസ് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ, രാഹുൽ along with his friends dash going for a picnic. രാഹുൽ along with his friends dash going for a picnic. ഇവിടെ നമ്മൾ പഠിച്ചതിൽ ഏത് വാക്ക് വന്നിരിക്കുന്നു? along with എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു. ഈ വാക്കിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? രാഹുൽ. ഫസ്റ്റ് സബ്ജക്റ്റ്, ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്. അപ്പൊ ഇത് നോക്കരുത്, ഇത് നമുക്ക് വേണ്ട. നമ്മളെല്ലാരും ഇവിടെ കിടക്കുന്ന സബ്ജക്റ്റ് നോക്കിയിട്ട് ഉത്തരം എഴുതി വയ്ക്കും, തെറ്റിപ്പോകും. അപ്പൊ നമ്മള് രാഹുലിനനുസരിച്ച് ഉത്തരം എഴുതുന്നു. രാഹുൽ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, അത് സിംഗുലാർ ആണ്, അതുകൊണ്ട് സിംഗുലാർ ഉത്തരം. ഈസ് സിംഗുലാർ, ആറ് പ്ലൂറൽ. ഏത് ഉത്തരം? ഈസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, ജേക്കബ് ടുഗദർ വിത്ത് ഹിസ് ചിൽഡ്രൻ ഡാഷ് ഗോൺ ഫോർ എ പിക്നിക്. നമ്മൾ പഠിച്ചതിൽ ഏത് വാക്ക് വന്നിരിക്കുന്നു? ടുഗദർ വിത്ത്. മുന്നിൽ വരുന്ന വാക്ക് ഏതാണ്? സബ്ജക്റ്റ് ജേക്കബ്, സിംഗുലാർ ആണ്, അതുകൊണ്ട് സിംഗുലാർ വന്നു. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഏത് ഉത്തരം? ഹാസ് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ, the prime minister as well as, the prime minister as well as ministers dash come for the function. നമുക്ക് നമ്മൾ പഠിച്ചതിൽ ഏത് വാക്ക് വന്നിരിക്കുന്നു? as well as എന്ന വാക്ക് വന്നിരിക്കുന്നു. അതിന്റെ മുന്നിൽ വരുന്ന സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? പ്രൈം മിനിസ്റ്റർ, സിംഗുലാർ ആണ്. മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് അതിന്റെ മുന്നിൽ വരുന്ന വാക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. നമുക്ക് ഓപ്ഷനിൽ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഉത്തരം ഹാസ് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ, മദർ along with her grandparents dash coming. നമ്മൾ പഠിച്ചതിൽ ഏത് വാക്ക് വന്നിരിക്കുന്നു? along with എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു. അതിന്റെ മുന്നിൽ വരുന്ന സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് മദർ ആണ്, മദർ സിംഗുലാർ ആണ്, അതുകൊണ്ട് തന്നെ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ഈസ് ആണ്, ഏത് വരും? ഈസ് അവിടെ ഉത്തരമായിട്ട്. അപ്പൊ വാക്കുകൾ ഏതൊക്കെയാണ് മക്കളെ? with, along with, together with, rather than, more than, in the company of, accompanied by, followed by, in addition to, besides, as well as much as, like, unlike, including, not including, excluding, not excluding, and not. ഇത്തരം വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം. ഓക്കെയാണല്ലോ ആ റൂള്. അടുത്ത റൂള് നോക്കിയേ, അതുപോലെ ഇത് ചെയ്യുന്നോടെ നേരത്തെ ചോദ്യം തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, അടുത്ത റൂള് നോക്കിയേ,
നമ്മൾ നേരത്തെ ഫസ്റ്റ് സബ്ജക്റ്റിനാണ് പ്രിഫറൻസ് കൊടുത്തത്. അതുപോലെ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകളുണ്ട്. രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം വരുന്ന വാക്കുകളുണ്ട്. 4 വാക്ക്. ഒന്നാമത്തെ വാക്ക് ഓർ, രണ്ടാമത്തെ വാക്ക് എയ്തർ ഓർ, മൂന്നാമത്തെ വാക്ക് നെയ്തർ നോർ, നാലാമത്തത് നോട്ട് ഓൺലി ബട്ട് ആൾസോ. വാക്കുകൾ അതൊക്കെ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. കുട്ടികളെ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് വച്ചാണ് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സബ്ജക്ട്, നമ്മൾ നേരത്തെ ഫസ്റ്റ് സബ്ജക്റ്റിൽ പറഞ്ഞത് ഡാഷിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്ട് നോക്കണം. രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം. ഏതൊക്കെ വാക്കുകള്? എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ. ഈ നാല് വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം. ചോദ്യം നോക്കിയേ. neither the conductor nor the passengers dash to be blind. നമുക്ക് നമ്മൾ പഠിച്ചതിൽ ഏത് വാക്കൊന്നിരിക്കുന്നു? neither nor. നമ്മൾ neither nor വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചു. the conductor ഫസ്റ്റ് സബ്ജക്റ്റ്, passengers സെക്കൻഡ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഏതിന് പ്രിഫറൻസ് കൊടുക്കണം? സെക്കൻഡ് സബ്ജക്റ്റിന്. സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്? passengers. passengers സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? അത് പ്ലൂറൽ ആണ്. അപ്പോൾ എന്ത് ഉത്തരം എഴുതണം? പ്ലൂറൽ ഉത്തരമായിട്ട്. is സിംഗുലാർ, ആർ പ്ലൂറൽ. ഏത് ഉത്തരം വരുന്നുണ്ടല്ലേ? 6 അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. either she or the boys dash made a mess in his room. either she or the boys dash made a mess in his room. നോക്കട്ടെ, അവിടെ ഏത് വാക്ക് വന്നിരിക്കുന്നു? either or വെച്ചാണ് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചത്. ഏത് വാക്ക്? either or വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തെ സബ്ജക്റ്റ് she, രണ്ടാമത്തെ സബ്ജക്റ്റ് boys. നമുക്ക് boys ആണ് വേണ്ടത്. boys പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. has സിംഗുലാർ, have പ്ലൂറൽ. നമുക്ക് ഏത് ഉത്തരം? have അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. either the students or the teachers dash a day off every month. കണ്ടല്ലോ, either or വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് സ്റ്റുഡൻസ്, സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചേഴ്സ്. നമുക്ക് വേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് ഉത്തരമായിട്ട്. ടേക്ക് V1 ആണ്, പ്ലൂറൽ ഫോം ഓഫ് വെർബ് ആണ്. ടേക്സ് സിംഗുലാർ ഫോം ആണ്. നമുക്ക് ഏത് ഉത്തരം? ടേക്ക് അവിടെ ഉത്തരമായിട്ട്. ടേക്ക് ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. മാത്യു ഓർ ഹിസ് മദർ ഡാഷ് പ്രിപ്പയറിംഗ് ഡിന്നർ. മാത്യു ഓർ ഹിസ് മദർ ഡാഷ് പ്രിപ്പയറിംഗ് ഡിന്നർ. അവിടെ ഏത് വാക്ക് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു? ഓർ വെച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കി, മദർ ആണ്. മദർ സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ ഈസ് ആറിൽ ഏതെഴുതുന്നു? ഈസ് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. രാധിക ഓർ ഹെർ റിലേറ്റീവ്സ് ഡാഷ് വാച്ചിങ് ദ മൂവി. അവിടെ ഓർ വെച്ചിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സബ്ജക്റ്റ് റിലേറ്റീവ്സ് ആണ്. സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? എസിൽ അവസാനിക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ പ്ലൂറൽ വെർബ് ഈസ് ആറിൽ 6 അവിടെ ഉത്തരമായിട്ട്. ഏത് വരുന്നു? 6 അവിടെ ഉത്തരമായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ രണ്ടാമത്തെ അല്ലെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെ പറഞ്ഞു? ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഈ വാക്കുകൾ വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. ഓക്കെ, അടുത്ത റൂൾ നോക്കിയേ. 5ാമത്തെ റൂളാണ്. വാക്കുകൾ പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. വാക്കുകൾ ഒന്ന് പറഞ്ഞേ. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഒരു തവണ നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു നോക്കിയേ. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ സബ്ജക്റ്റ്, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും അതിനെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാറുമായിരിക്കും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ സബ്ജക്റ്റും. എന്നാൽ വെർബ് എന്തായിരിക്കണം മക്കളെ? സിംഗുലാർ ആയിരിക്കണം. ഏതൊക്കെയാണ് വാക്കുകൾ? വൺ ഓഫ്,
either of, neither of, each of, every one of plus plural subject plus singular. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറലും എന്നാൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി സിംഗുലാർ ആയിരിക്കണം. നോക്കിയേ ചോദ്യം നോക്കിയേ. one of the students dash passed the exam. കണ്ടല്ലോ അവിടെ one of ആണ് വന്നിരിക്കുന്നത്. തുടർന്ന് വരുന്ന സബ്ജക്റ്റ് സ്റ്റുഡൻസ് പ്ലൂറൽ ആണ്. എന്നാൽ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഏതുത്തരം? ഹാസ് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. neither of the two traffic lights dash working. neither of the two traffic lights dash working. is ഉണ്ട് are ഉണ്ട്. is ഉണ്ട് are ഉണ്ട്. അവിടെ നമുക്ക് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? നമുക്ക് neither of കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന two traffic lights plural ആണ്. പക്ഷെ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. is സിംഗുലാർ, are plural. ഏതുത്തരം? is അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. each of the players dash played well. each of the players dash played well. each of കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലേയേഴ്സ് ആണ്. പ്ലേയേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഏതുത്തരം? ഹാസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. one of my friends, one of my friends dash an actor. one of my friends dash an actor. one of കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ഈസ് സിംഗുലാർ, ആർ പ്ലൂറൽ. ഏത് വരുന്നു? ഈസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. neither of your answers dash right. neither of your answers dash right. neither of കഴിഞ്ഞിട്ട് answers എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഓക്കേ, ഈസ് സിംഗുലാർ, ആർ പ്ലൂറൽ. ഏതുത്തരം? ഈസ് അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കേ, അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ്? one of, either of, neither of, each of, every one of. കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലൂറലും എന്നാൽ വെർബ് സിംഗുലാറും ആയിരിക്കും. ഓക്കേ ആണല്ലോ. അടുത്ത നോക്കിയേ. ഈ one of ന് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. one of നമ്മൾ ആ പഠിച്ച വാക്കുകളിൽ one of വരുന്ന സെന്റൻസുകൾക്ക് മാത്രം ചില പ്രത്യേകതകളുണ്ട്. one of വരുന്ന സെന്റൻസ് നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് പ്ലൂറലാണ്. പക്ഷെ അതിനകത്ത് എവിടെയെങ്കിലും റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ടാകും. one of വരുന്ന സെന്റൻസുകളിൽ ഡാഷിന് മുന്നിലായിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ തന്നിരിക്കുന്ന ഡാഷിന് മുന്നിലായിട്ട് റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ടെന്ന്. റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? who, അതേപോലെ whose, അതേപോലെ whom, അതേപോലെ which, അതുപോലെ that, അതുപോലെ what, അതേപോലെ where. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് കൂടിയാണ്. സെന്റൻസിന്റെ നടുക്ക് വരുമ്പോഴത്തേക്കും കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പേര് റിലേറ്റീവ് പ്രൊനൗൺ. അപ്പം one of വരുന്ന സെന്റൻസുകളിലെ റിലേറ്റീവ് പ്രൊനൗൺ ഡാഷ് നമുക്ക് തന്നിരിക്കുന്ന വെർബ് എഴുതാനുള്ള ഡാഷിന് മുന്നിലായിട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? നമുക്ക് പ്ലൂറൽ വെർബ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ സിംഗുലാർ അല്ലേ, ഇവിടെ അത് മാറിയിട്ട് എന്താവും? പ്ലൂറൽ വെർബ് ആയിട്ട്. എന്ത് പറഞ്ഞു? one of വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആണ്. ഇനി റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് എഴുതണം. സിംഗുലാർ വെർബ് എഴുതാൻ പാടില്ല, പ്ലൂറൽ വെർബ് എഴുതണം. നോക്കിയേ ചോദ്യം, നോക്കിയേ ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. he is one of those persons. he is one of those persons who always dash they are right. കണ്ടല്ലോ, one of വരുന്ന സെന്റൻസ് persons എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. who എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗൺ. അതുകൊണ്ട് ഉത്തരം എന്ത് പറഞ്ഞാ? സിംഗുലാർ വരുമോ പ്ലൂറൽ വരുമോ? പ്ലൂറൽ ആയിരിക്കണം. think പ്ലൂറൽ ആണ്, things സിംഗുലാർ ആണ്. ഏത് ഉത്തരം? think അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. this is one of the rooms. rooms പ്ലൂറൽ ആണ്. one of വരുന്ന സെന്റൻസ് that എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ. that dash damaged. that റിലേറ്റീവ് പ്രൊനൗൺ. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ വന്നുകൊണ്ട് ഉത്തരം ഏത് പറഞ്ഞെന്ന് പറഞ്ഞു? സിംഗുലാർ എഴുതോ പ്ലൂറൽ എഴുതോ? പ്ലൂറൽ ആയിരിക്കണം. വാസ് ഉണ്ട്, വേർ ഉണ്ട്. വാസ് സിംഗുലാർ, വേർ പ്ലൂറൽ. നമുക്ക് എന്ത് ഉത്തരം? വേർ അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. രവി ഈസ് വൺ ഓഫ് ദ ബോയ്സ് who dash not got paid the exam fee. not got paid the exam fee. നോക്ക്, one of വരുന്ന സെന്റൻസ് ബോയ്സ് എന്ന് പറയുന്ന
പ്ലൂറൽ ആണ്. ഹു എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഹാവ് ഉത്തരമായിട്ട് ഈ വൺ ഓഫിന് തന്നെ അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസുകളെല്ലാം പഠിച്ചു വെച്ചിരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വൺ ഓഫ് വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, എന്നാൽ റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കും. അതേപോലത്തെ ചോദ്യം, എന്നാൽ വൺ ഓഫിന് പകരം ഒൺലി വൺ ഓഫ് ആണ് വരുന്നത്. സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ട്. ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ പഠിക്കുക? ഒൺലി വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് റിലേറ്റീവ് പ്രൊനൗൺ പ്ലസ് സിംഗുലാർ വെർബ്. കണ്ടോ? റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടും സിംഗുലാർ വെർബ് ഒന്ന് കണ്ടോ? നേരത്തെ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം പ്ലൂറൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒൺലി വൺ ഓഫ് മാറിയിട്ട് എന്ത് വന്നു? ഒൺലി വൺ ഓഫ് ആണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, റിലേറ്റീവ് പ്രൊനൗൺ വന്നാലും ഉത്തരം എന്ത് എഴുതണം? സിംഗുലാർ വെർബ് എഴുതണം. ഒൺലി വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് റിലേറ്റീവ് പ്രൊനൗൺ സിംഗുലാർ വെർബ്. എന്നാ വൺ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറലും റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതിലേക്ക് മാറും? പ്ലൂറൽ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്തെന്ന് പറഞ്ഞു? ഒൺലി വൺ ഓഫ് ആണെങ്കിൽ വൺ ഓഫിന് പകരം ഒൺലി വൺ ഓഫ്, സബ്ജക്റ്റ് പ്ലൂറൽ റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ സിംഗുലാർ വെർബ് എഴുതണം. നോക്കിയേ ചോദ്യം നോക്കിയേ. The only one of the students who dash English is Hari. നോക്ക്, only one of വരുന്ന സെന്റൻസ്, അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, who എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. കണ്ടോ? only one of സബ്ജക്റ്റ് പ്ലൂറൽ റിലേറ്റീവ് പ്രൊനൗൺ. ഉത്തരം സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? ഉത്തരം സിംഗുലാർ. സ്പീക്കും ഉണ്ട് സ്പീക്സും ഉണ്ട്. സ്പീക്ക് V1 ആണ്, പ്ലൂറൽ ആണ്. സ്പീക്സ് എന്ന് പറയുന്നത് എസിൽ അവസാനിക്കുന്ന വെർബ് സിംഗുലാർ ആണ്. അതുകൊണ്ട് നമുക്ക് സ്പീക്സ് ഉത്തരമായിട്ട് നമ്മൾ പഠിച്ച ഒരു 6-7 റൂളാണ് പഠിച്ചത്. ഒന്നാമത് പറഞ്ഞ റൂള് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. രണ്ടാമത്തെ റൂള് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ ആണ്. മൂന്നാമത്തെ റൂള് ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെ പറഞ്ഞു? വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, rather than, more than, in the company of, accompanied by, followed by, in addition to, besides, as well as much as, like, unlike, including, not including, excluding, not excluding, and no. വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് ഉത്തരം എഴുതുക. ഇനി സെക്കൻഡ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു? ഏതൊക്കെ പറഞ്ഞു? or, either or, neither nor, not only but also. or, either or, neither nor, not only but also. അത് ഈ വാക്കുകൾ വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും എന്നാൽ വെർബ് സിംഗുലാർ ആയിരിക്കും. വൺ ഓഫിന് മാത്രം രണ്ട് കണ്ടീഷൻ പഠിച്ചു. വൺ ഓഫ് വരുന്ന സെന്റൻസിൽ റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ്. എന്നാൽ ഒൺലി വൺ ഓഫ് വരുന്ന സെന്റൻസിൽ റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ വെർബ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ബാക്കി റൂൾ ഉണ്ട്. ബാക്കി റൂള് അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.